നമുക്കിനിയൊരു പറക്കും ഷെഫിനെ പരിചയപ്പെടാം. പറന്ന് പാചകം ചെയ്യുന്ന ആളല്ല കേട്ടോ. സ്കൈ ഡൈവ് ചെയ്യാനുള്ള ആഗ്രഹം മൂത്ത് 187 തവണ സ്കൈ ഡൈവ് ചെയ്ത ഒരു തൃശ്ശൂർക്കാരൻ അജ്മൽ അബ്ദുറഹ്മാൻ. അക്ഷയ് പേരാവൂർ പരിചയപ്പെടുത്തും അജ്മലിനെ. തവണ ആകാശത്ത് നിന്ന് മേഘങ്ങൾക്കിടയിലൂടെ ഭൂമിയിലേക്ക് ചാടി ഒരു സ്കൈ ഡൈവർ, ഒരു മലയാളിയാണ് എൻ്റെ കൂടെ ഉള്ളത്. 187 തവണ, ഒരു തവണ പോലും ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് മലയാളികൾ ഉണ്ടാവും, ഒരുപാട് ആളുകൾ ഉണ്ടാവുമ്പോഴാണ് 187 തവണ ചാടിയത്. അത് ആഗ്രഹമായിട്ട് ഇങ്ങനെ മനസ്സിലെടുത്ത് വെച്ചുകൊണ്ടാണ്. പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയാൽ മതി, ചെയ്യാൻ പറ്റും. ഒരു കേരള ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ പേര് വന്നേക്കാവുന്ന ഒരു മലയാളിയാണ് ഇപ്പൊ എൻ്റെ. മലയാളികൾ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ എൻ്റെ സ്റ്റോറി ഇത്തിരി ഡിഫറെന്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും തവണ ചാടുന്ന മലയാളികൾ ഉണ്ടോ? വേറെ ഉണ്ട്, എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഉണ്ട്. ഒരുപാടല്ല, നമ്മുടെ കമ്മ്യൂണിറ്റി വളരെ ചെറുതാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ആഗ്രഹം വെച്ച് നടക്കുന്നവരാണ് കൂടുതൽ. അതിൻ്റെ ഒരു 5% ഉണ്ടാവുകയുള്ളൂ ജമ്പ് ചെയ്തവർ. അതും ഞങ്ങളെ പോലെ പ്രൊഫഷണലായിട്ട് ജമ്പ് ചെയ്യണവർ വളരെ കുറവാണ്. മീൻസ് ഒരു കയ്യിലുണ്ടാവുന്ന ആൾക്കാർ തന്നെ ഇപ്പോഴും ഉള്ളൂ സ്ഥിരമായിട്ട് ജമ്പ് ചെയ്യുന്നവർ. അല്ലാതെ ചിലർ വല്ലപ്പോഴും ജമ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബിസിനസ് ട്രിപ്പോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ ജമ്പ് ചെയ്യുന്നു. സ്ഥിരമായിട്ട് ജമ്പ് ചെയ്യുന്നവർ ഈ പറഞ്ഞ പോലെ വളരെ കുറവാണ്. പക്ഷെ ഉണ്ട് ആൾക്കാർ, അതിൽ തന്നെ മലയാളികൾ കുറവാണ്. അതെ അതെ. ഒരു തവണയെങ്കിലും ഒന്ന് പറക്കാൻ ആഗ്രഹിക്കാത്ത, ഇതുപോലെ ആകാശത്ത് നിന്ന് ചാടാൻ ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനുണ്ടാവില്ല. ഒരു തവണയെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും തവണ ചാടുന്നു. നേരത്തെ പറഞ്ഞത് ഒരു ഡിഫറെൻറ്റ് സ്റ്റോറി ഉണ്ടെന്നുള്ളത്, എന്താണ് ഡിഫറെൻറ്റ് സ്റ്റോറി? അതായത് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതേപോലെ തന്നെ എനിക്കും ഒരു ആഗ്രഹം മാത്രമായിരുന്നു ഒരു സമയത്തുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ പറക്കണം. അപ്പോൾ ഇതെന്താണ്, സ്പോർട്ട് എന്താണ്, അല്ലെങ്കിൽ പാരാഗ്ലൈഡിങ്, അല്ലെങ്കിൽ എന്താ, അല്ലെങ്കിൽ ഈ പറക്കുന്ന പല പല സംഭവങ്ങളുണ്ടല്ലോ, അത്ര പോലും നമുക്കറിയില്ല. പറക്കുക എന്ന് മാത്രമായിരുന്നു. അപ്പോൾ എല്ലാവരുടെ ആഗ്രഹം പോലെ തന്നെ അവർക്കൊന്നും ആ ആഗ്രഹത്തിലൂടെ എത്താൻ പറ്റാത്തത് കാശ് കാരണോ അല്ലെങ്കിൽ ബാക്കിയുള്ള ചലഞ്ചസ് കാരണമായിരിക്കും. എൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ചലഞ്ചസ് ആണെങ്കിലും അത് ഞാൻ ഫേസ് ചെയ്ത് ഇവിടെ വരെ എത്തി. കാരണം ഞാൻ ഉപ്പയമ്മയും ഒക്കെ ടീച്ചേഴ്സാണ്. സാധാ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിൽ നിന്ന് ഒരു ഷെഫായിട്ടാണ് എൻ്റെ പ്രൊഫഷൻ. അപ്പോൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അതിലുള്ളവർക്ക് അറിയാം എത്രത്തോളം സാലറി അല്ലെങ്കിൽ ഫിനാൻഷ്യലി അതിൽ നമുക്ക് ഇൻകം കിട്ടുന്നു. അതും വെച്ചിട്ടാണ് ഞാൻ 186 അല്ലെങ്കിൽ 187 ജംപ്സ് ചെയ്തത്. ഇപ്പോൾ അപ്പോൾ ഒരു ഫ്ലൈയിങ് ഷെഫാണ്. അതെ, ഫ്ലൈയിങ് ഷെഫാണ്. യു ക്യാൻ കോൾ മീ ആസ് ഫ്ലൈയിങ് ഷെഫ്. അപ്പോൾ ആ ചലഞ്ചസ് ഇപ്പോൾ ആഗ്രഹമുള്ള എല്ലാവർക്കും ജമ്പ് ചെയ്യാൻ പറ്റും ഇഫ് ഇത്രത്തോളം ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ. അതായത് ഇതിൻ്റെ പിൻഭാഗം ആരും കാണുന്നില്ല, എത്രത്തോളം നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്, സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അത്ര അതിൻ്റെ ഒരു പകുതി ചെയ്താൽ തന്നെ ഇതിൽ പകുതി ഉള്ളവർക്കും ജമ്പ് ചെയ്യാൻ പറ്റും. ആഗ്രഹം മാത്രം വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അവരൊക്കെ ആഗ്രഹത്തിലൂടെ അവിടെ തന്നെ ഇരിക്കുന്നതും ബാക്കിയുള്ളവർ ജമ്പ് ചെയ്യുന്നത്. ഈ സ്കൈ ഡൈവിങ്ങിൻ്റെ കോഴ്സ് എടുത്ത് പഠിച്ച് അതിനുശേഷമാണ് ചാടുന്നത്. ഇപ്പം കൂടുതൽ ആളുകൾ ചാടുന്നത് ഒരു ട്രെയിനറുടെ കൂടെ ആയിരിക്കും. അതെ, പക്ഷേ ബ്രോ ചാടുന്നത് ഒറ്റക്കാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ഫസ്റ്റ് ജമ്പിൻ്റെ ഒരു എക്സ്പീരിയൻസ്? ഇതിലിപ്പോൾ ആദ്യമായിട്ട് പുതിയതായിട്ട് വരുന്നവർക്ക് ജമ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ഈ പറഞ്ഞ പോലെ ഇൻസ്ട്രക്ടറിൻ്റെ കൂടെ ജമ്പ് ചെയ്യാം. അതിന് ടാൻഡം എന്ന് പറയും. അത് കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. അതായത് ആർക്കും എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, ജസ്റ്റ് വരുന്നു, വേവിയർ സൈൻ ചെയ്യുന്നു, ജമ്പ് ചെയ്യാം. അല്ലാണ്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഫഷണലായിട്ട് ഞങ്ങൾ ജമ്പ് ചെയ്യുന്ന പോലെ കോഴ്സ് എടുത്ത് ജമ്പ് ചെയ്യുന്നു. അതിന് എൻ്റെ സ്റ്റോറിയിൽ അതും ഒരു ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് ജമ്പ് ചെയ്തതും ഒറ്റക്കാണ്. അതായത് എല്ലാവരും കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഇൻസ്ട്രക്ടറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർമാരുടെ കൂടെയോ സപ്പോർട്ട് ചെയ്തിട്ടാണ് ജമ്പ് ചെയ്യാറ്. എൻ്റെ ഒരു സ്റ്റോറിയിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് ജമ്പും സ്റ്റാറ്റിക് ലൈൻ എന്ന് പറഞ്ഞൊരു 5000 ഫീറ്റിൽ നിന്ന് സ്റ്റാറ്റിക് ലൈൻ എന്ന് പറഞ്ഞൊരു ജമ്പാണ്. അതും സോളോ ആണ് ചെയ്തത്. അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇതേപോലെ പുതിയതായിട്ട് വരുന്നവർക്ക് ടാൻഡം ട്രൈ ചെയ്യാം. അതല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സ് എടുക്കണം, അതിൻ്റെ എന്തെങ്കിലും അറിയണമെങ്കിലും എന്നെ മെസ്സേജ് ചെയ്താലും മതി. ഫ്ലൈയിങ് ഷെഫ്. അപ്പോൾ ഈ പറയുന്ന ഫസ്റ്റ് ജമ്പിൽ നിന്ന് ഈ 187ാമത്തെ ജമ്പിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആ ഒരു ജേർണീനെ എങ്ങനെ കാണുന്നത്? ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അതായത് നമുക്ക് ഇന്നിപ്പോൾ ഞാൻ ജമ്പ് ചെയ്ത് വന്ന് ഇറങ്ങിയപ്പോഴും എനിക്ക് ഇനിയും ജമ്പ് ചെയ്യണം എന്നാണ് തോന്നുന്നത്. അല്ലാണ്ട് ഒരിക്കൽ പോലും ഇതിൽ ഒരു നെഗറ്റീവ് സൈഡോ അല്ലെങ്കിൽ അത് നിർത്തണം എന്നോ അല്ലെങ്കിൽ ഒരു ഇതൊന്നുമില്ല. കാരണം എല്ലാ ജമ്പും ഡിഫറെൻ്റ് ആണ്, പുതിയ പുതിയ എക്സ്പീരിയൻസ് ആണ്, ലേണിംഗ് ആണ്. കാരണം ഇനിയും ഞാനിപ്പോഴും കരയത്താണ് എത്തിയിട്ടുള്ളൂ എന്ന് ഞാൻ പറയുള്ളൂ. എല്ലാവരും പറയും 187ാമത്തെ ചാട്ടവും ചാടി. അതെ അതെ, ഞാനിപ്പോഴും കരയിലാണ് എന്ന് പറയുള്ളൂ, അല്ലെങ്കിൽ വെള്ളം തൊട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. നമുക്ക് ഉൾക്കടലിലോട്ട് ഇനിയും പോകാൻ ഇഷ്ടം പോലെ ഉണ്ട് ഈ സ്കൈ ഡൈവിങ്ങിൽ. ഇൻഷാ അല്ലാഹ് അത് പോകും തന്നെയാണ്, ആ പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സ്കൈ ഡൈവിങ്ങിൽ ലോകത്ത് ഒന്നാമതാണ് ദുബായ്. കാരണം ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ആളുകൾ സ്കൈ ഡൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ദുബായിലാണ് വരുന്നത്. ആ ദുബൈയുടെ പ്രധാനപ്പെട്ട പേജാണ് സ്കൈ ഡൈവ് ദുബായ്. അതിൽ പിൻ ചെയ്ത ഏക വീഡിയോ ആ ബ്രോൻ്റെ ആണ്. അതെ, അപ്പോൾ ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? അതായത് ആ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ആ ഒരു മൊമെന്റ് എനിക്ക് കിട്ടിയപ്പോൾ
ഞാൻ ഒരിക്കലും ലൈഫിൽ പ്രതീക്ഷിച്ചിട്ടില്ല, കാരണം ഇത് ഭയങ്കര വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. നമുക്ക് അതിനുകൊണ്ട് പേഴ്സണലി വലിയ ബെനിഫിറ്റ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല, അതായത് മോണിറ്ററി ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ പേഴ്സണലി ആസ് എ സ്കൈ ഡൈവർ ദുബായിൻ്റെ പേജിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ വലിയ ഉപകാരം, അല്ലെങ്കിൽ വലിയൊരു ഭാഗ്യം. അതിൽ തന്നെ അവരുടെ പിൻ ചെയ്ത് വെച്ച് ഞാൻ തന്നെ റീസെൻ്റ്ലിയാണ് അത് നോട്ടീസ് ചെയ്തത്. പക്ഷേ അത് പോസ്റ്റ് ചെയ്ത് അന്ന് മുതൽ തന്നെ നമ്മുടെ ആ പേജിൽ പിൻ ചെയ്ത് വെച്ചേക്കുന്നത് എൻ്റെ പോസ്റ്റാണ്, ബ്രോ എൻ്റെയാണ്. അതിൽ ഫീച്ചർ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വീക്കിലി 6 days വർക്ക് ചെയ്തിട്ട് ഇവിടെ ജമ്പ് ചെയ്യാൻ വരുന്നു. അപ്പോൾ ഇവിടെ എല്ലാവരുമായിട്ടും നല്ല കണക്ഷൻ. അപ്പോൾ ഇവർക്ക് അറിയാം ഹൗ ഈസ് മൈ ലൈഫ് ഗോയിങ്. അതായത് ആസ് എ ഷെഫ് ഐ എം വർക്കിംഗ് ഫോർ 6 days, അല്ലെങ്കിൽ 6 ദിവസം നല്ല കട്ടപ്പണി എടുത്തിട്ട് 7ാമത്തെ ദിവസം സ്കൈ ഡൈവിന് രാവിലെ ഇവിടെ ഉണ്ട്, ആള് ഓണാണ്. ഇത് തന്നെയാണ് ഓൾമോസ്റ്റ് 1.5 year ആയിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം എത്ര തവണ ചാടിയിട്ടുണ്ട്? മാക്സിമം 7 തവണ ഒരു ദിവസം ചാടിയിട്ടുണ്ട്. 5 to 6 എന്തായാലും ചാടലുണ്ട്. പിന്നെ ബഡ്ജറ്റിനനുസരിച്ചിട്ടാണ്. വന്നു കഴിഞ്ഞാൽ ഒരു 3 to 4 ജംപ്സ് എന്തായാലും ജമ്പ് ചെയ്തിട്ട് പോവുള്ളൂ. തായ്ലൻഡിൽ ഈ കോഴ്സിന് വേണ്ടി ജമ്പ് ചെയ്തപ്പോഴാണെന്ന് തോന്നുന്നു 7 ഓൾമോസ്റ്റ് ജമ്പ് ചെയ്തിട്ടുണ്ട്. ഇതിലും ജമ്പ് ചെയ്യാനൊക്കെ പറ്റും, നമുക്ക് ഫിനാൻഷ്യലി എല്ലാം ഇതാണ്. ഈ ഇത്രയും വർഷത്തെ ഒരു ജേണിയിൽ ഇപ്പം എക്സ്പെൻസീവ് ആണ് ഭയങ്കരം, അപ്പോൾ എല്ലാവർക്കും പറ്റുന്നൊരു പരിപാടിയല്ല ഇത് ബേസിക്കലി. ഈ ഒരു ഇത്രയും വർഷത്തെ ജേണിയിൽ ഒരു ഇമോഷണൽ മൊമെന്റ് ചോദിച്ചാൽ എന്തായിരിക്കും? അതായത് ഞാൻ തുടങ്ങിയപ്പോൾ നെഗറ്റിവിറ്റി കുറച്ചധികം കൂടുതൽ എനിക്കുണ്ടായിരുന്നു. കാരണം ഒന്ന് ഫിനാൻഷ്യലി ഇത്, പിന്നെ ആൾക്കാർ ഒക്കാത്ക പറഞ്ഞ് നമ്മുടെ ഔട്ട് ഓഫ് ലീഗ് സാധനമാണ് ഇത്, നിന്നെ കൊണ്ടൊന്നും പറ്റില്ല അങ്ങനെ പറഞ്ഞ് ഇതായി. അതിൽ നിന്ന് നമ്മൾ സ്ട്രഗിൾ ചെയ്ത് നമ്മൾ കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി കോഴ്സ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ അട്ടാർ ഫെയിലിയറായി. അതായത് നമ്മളൊരു എക്സ്പീരിയൻസും ഇല്ല, നമുക്ക് ഗൈഡ് ചെയ്യാനറിയില്ല. ഇപ്പോൾ ഒരു പുതിയൊരാൾ തുടങ്ങുമ്പോൾ എന്നെ മെസ്സേജ് ചെയ്യുന്നു അല്ലെങ്കിൽ പറഞ്ഞിട്ട് അങ്ങനെ സ്കൈ ഡൈവിങ്ങിൽ വന്ന 4-5 പിള്ളേർ നമുക്കുണ്ട് ഇപ്പോൾ. പക്ഷേ ഞാൻ പോണ സമയത്ത് എനിക്ക് ആരും ഉണ്ടാകുന്നില്ല ചോദിക്കാൻ. അപ്പോൾ തായ്ലൻഡിൽ പോയി ഞാൻ ഫെയിലായപ്പോൾ അന്ന് ശരിക്കും ഞാൻ നന്നായി കരഞ്ഞിട്ടുണ്ട്. അതെ, അതായത് ഫസ്റ്റ് അറ്റംപ്റ്റ് ഇത്രയും സ്ട്രഗിള്, ആൾക്കാരുടെ ഒക്കാത്ക ബഹാർ നിന്നെ കൊണ്ട് പറ്റൂല, ഇതൊക്കെ കേട്ടിട്ടാണ് നമ്മൾ ഇവിടുന്ന് വേറെ രാജ്യത്ത് പോകുന്നത്. കാരണം നമ്മൾ ഇന്ത്യ ഇത്രയും വലുതായിട്ട് പോലും നമുക്ക് സ്കൈ ഡൈവിങ്ങിൻ്റെ ഒരു സ്കോപ്പ് ഇല്ലാത്തതുകൊണ്ട്, മീൻസ് സ്കൂളുകൾ ഇല്ല പഠിക്കാൻ, അതുകൊണ്ട് വേറെ രാജ്യത്ത് പോകേണ്ടി വന്നു. അവിടെ പോയിട്ടും നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഫെയിലിയർ ആവാം. കാരണം ഫെയിലിയർ ആവണ ഈസ് ജസ്റ്റ് നോർമൽ, ബിക്കോസ് ഇത് നമ്മുടെ ദുബായിൽ ലൈസൻസ് കിട്ടുന്ന പോലെ തന്നെയാണ്. ഫെയിലാവാൻ ഒരു 100 ആളിൽ 95 ആളും ഫെയിലാവും. പക്ഷേ എനിക്കത് താങ്ങാൻ പറ്റിയില്ല, കാരണം ഞാൻ ഇത്രയും ഓൾറെഡി നെഗറ്റിവിറ്റി കേട്ടിട്ട് പോയതുകൊണ്ട്. എന്നിട്ടും ഞാൻ സ്ട്രഗിൾ ചെയ്ത് വീണ്ടും ക്ലിയർ ചെയ്തു. 2ാമത് വട്ടം പോയപ്പോൾ ഫസ്റ്റ് ലൈസൻസും സെക്കൻഡ് ലൈസൻസായ B ലൈസൻസും എടുത്തിട്ട് ഒരു 87-90 ജംപ്സ് ഒരു 30 to 40 ഡേയ്സിൻ്റെ ഉള്ളിൽ തീർത്തിട്ടാണ് വന്നത്. തായ്ലൻഡിൽ നിന്ന് വന്നത്. ഇവിടെ ദുബായിൽ ഇതിൻ്റെ ലൈസൻസും അതിൻ്റെ പ്രോസസ്സും ഒക്കെ എങ്ങനെയാണ്? ഇവിടെ വളരെ ഈസിയാണ്. ഇവിടെ ഉള്ളവർക്ക് ബെസ്റ്റാണ് ദുബായ്, കാരണം നിങ്ങൾക്ക് വർക്കിൻ്റെ ഇടയിൽ വന്നിട്ട് ചെയ്യാം. ഇപ്പോൾ എൻ്റെ പോലെ തന്നെ ആഴ്ചയിൽ വന്നിട്ടും ഇതിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തിങ് ഈസ് സ്കൂളിലോട്ട് വരിക, പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. അല്ലെങ്കിൽ സ്കൈ ഡൈവേഴ്സിൽ വേറെ ആൾക്കാരും ഉണ്ട്, എല്ലാവരും നല്ല ഹെൽപ്ഫുള്ളാണ്. ഡയറക്റ്റ്ലി ഇവിടെ വന്നിട്ട് തന്നെ നമുക്ക് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റും. വേറെ രാജ്യത്തും ഉണ്ട്, തായ്ലൻഡിലുണ്ട്. ഇപ്പോൾ ഇന്ത്യൻസിന് വേണമെങ്കിൽ തായ്ലൻഡ്, റഷ്യ ഒക്കെ ചൂസ് ചെയ്യാം. ദുബായ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ്. ഇവിടെ എക്സ്പെൻസീവ്, ഇതിൻ്റെ കോസ്റ്റ് മറ്റ് സൈഡുകളൊക്കെ എങ്ങനെയാണ്? കോസ്റ്റ് പഠിക്കാനാണെങ്കിലും നല്ല എക്സ്പെൻസീവ് തന്നെയാണ്. അതായത് ഇപ്പോൾ എ ലൈസൻസ് മൊത്തം എടുക്കണമെങ്കിൽ ഒരു 25,000 അല്ലെങ്കിൽ ഒരു 30,000 അടുത്ത് നമ്മൾ കയ്യിൽ കാണും ദിർഹംസ്. പക്ഷേ അത് നിങ്ങൾക്ക് പാർഷ്യലായിട്ടും അത് ഇവരോട് സംസാരിച്ചാലേ മനസ്സിലാവുള്ളൂ എത്ര. തായ്ലൻഡിലൊക്കെ ആണെങ്കിലോ എല്ലായിടത്തും ഇന്ത്യൻ മണി നോക്കുകയാണെങ്കിൽ ഒരു 5 lakhs കയ്യിൽ വേണം ഈ ലൈസൻസ് എടുക്കാൻ. പക്ഷേ ലൈസൻസിന് ശേഷമുള്ള ആണ് ബ്യൂട്ടി. ഒരു 90 dirhams to 200 dirhamsൻ്റെ അണ്ടറിൽ 1 ജമ്പിന് വരുള്ളൂ. അപ്പോൾ നമ്മൾ ഇൻസ്ട്രക്ടറുടെ കൂടെ ചാടുമ്പോഴാണ് ഭയങ്കര എക്സ്പെൻസീവ് ആകുന്നത്. ഇൻസ്ട്രക്ടറിൻ്റെ കൂടെ അല്ലേ, നമുക്ക് ഒരു കാര്യം അറിയില്ലെങ്കിൽ നമ്മൾ ഒരാളുടെ കൂടെ ടാൻഡം ജമ്പ്, ഞാൻ പറഞ്ഞല്ലോ ഇത് 3 രീതിയിലാണ്. ടാൻഡം ജമ്പ് ആണെങ്കിൽ ഏറ്റവും എക്സ്പെൻസീവ് ആകും, കാരണം വി ആർ ഫ്രീ, ജസ്റ്റ് എൻജോയിങ്, നമുക്കൊന്നും അറിയില്ല, ഇൻസ്ട്രക്ടർ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും. സെക്കൻഡ് ഉള്ളത് ഞങ്ങളെ പോലെ ആവുന്നതാണ്. ആവാനുള്ള ആ പ്രൊസീജിയറിൽ നമ്മുടെ കൂടെ ഇൻസ്ട്രക്ടർമാരുണ്ടാവും. അപ്പോൾ അവരുടെ ചിലവും നമ്മുടെ ചിലവും കൂടി കൂട്ടുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആവും. അതിനുശേഷമാണ് ഞങ്ങളെ പോലെ ഫ്രീ ആയിട്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ, ലൈസൻസ് ഉള്ള ബാക്കി ഫ്രണ്ട്സിൻ്റെ കൂടെ നമുക്ക് ജമ്പ് ചെയ്യാം. അതായിരിക്കും ഏറ്റവും കോസ്റ്റ് എഫിഷ്യൻറ്റ്. കാരണം നമുക്ക് എക്യുപ്മെൻറ്റും കൂടി സ്വന്തമായിട്ടുണ്ടെങ്കിൽ ഇനിയും കോസ്റ്റ് കമ്മിയാണ്. ഇതിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ നോക്കിയാൽ എത്രത്തോളം ഉണ്ട്? പല ആളുകളും പേടിച്ചിട്ടാണ്, സത്യം പറഞ്ഞാൽ പൈസയ്ക്ക് ഉള്ള ആളുകൾ തന്നെ പേടിച്ചിട്ടാണ് ഇതിലേക്ക് ചെയ്യാത്തത്, ആഗ്രഹം ഉണ്ടായിട്ട് പോലും. ദുബൈയിലേക്ക് വരുമ്പം അപ്പോൾ ദുബൈത്തെ സ്കൈ ഡൈവിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എത്രത്തോളം സേഫ്റ്റി എൻഷുർ ചെയ്യുന്നുണ്ട്? അതായത് ഇതൊരു എക്സ്ട്രീം സ്പോർട്ടാണ്, അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചർ സ്പോർട്ടാണ്. അപ്പോൾ റിസ്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാവരും ഇതിലോട്ട് വെൽക്കം ചെയ്യില്ല. പക്ഷേ ബാക്കിയുള്ള സ്പോർട്ട് പോലെ തന്നെ, അതായത് ഇപ്പോൾ ഞാനൊക്കെ കമ്പയർ ചെയ്യുക ഡ്രൈവിങ്,
അല്ലെങ്കിൽ ഫുട്ബോൾ, ക്രിക്കറ്റ്. ഇപ്പോൾ ഇതിലത്തെ കമ്പാരിസൺ വിത്ത് ഫുട്ബോളിൽ ചെയ്യുകയാണെങ്കിൽ ഫുട്ബോളിലായിരിക്കും ആക്സിഡൻസ് കൂടുതൽ. ഇതിൽ 0.0 എത്ര കൊണ്ടൊക്കെ ആയിരിക്കും കാൽക്കുലേഷൻ. ഇപ്പോൾ റേഷ്യോ ഒക്കെ നോക്കുകയാണെങ്കിൽ പിന്നെ ഇപ്പോൾ മോഡേൺ എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഞങ്ങളുടെ റിഗ് ആയിക്കോട്ടെ, എല്ലാത്തിനും ഭയങ്കര സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട്. പ്ലസ് ഇത് ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും ഇത് ഇത്ര ഡേയ്സിൻ്റെ ഉള്ളിൽ മെയിൻ്റനൻസിന് കൊടുക്കണം. പിന്നെ എല്ലാ ഡ്രോപ്പ് സോണും അണ്ടർ രജിസ്റ്റേർഡ് ആണ്. മീൻസ് ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ്റെ കൂടെ USP ആണ് മെയിനായിട്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ സ്കൈഡൈവ് ദുബായ് ഒക്കെ ഉള്ളത് USP ആണ്. അപ്പോൾ അവരുടെ റൂൾസ് ഫോളോ ചെയ്തിട്ട് മാത്രമേ പഠിപ്പിക്കുകയാണെങ്കിലും ടാൻഡം ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഇപ്പോൾ ഈ റിസ്ക് ഫാക്ടറിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് പറയുകയാണ്, ഇപ്പം ഇൻ കേസ് ഏറ്റവും വേസ്റ്റ് സിനാരിയോ ഒക്കെ നോക്കുകയാണെങ്കിൽ പാരച്യൂട്ടൊക്കെ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും ഒരവസ്ഥ? അതായത് അതൊരു വേസ്റ്റ് സിനാരി ആയിരിക്കും ഉണ്ടാവുക. മീൻസ് അങ്ങനെ ഒരു വർക്ക് ചെയ്യാതെ അതിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ ടാങ്കിൾ ചെയ്യുക, അതായത് ഇതിൻ്റെ ലൈൻസ് തമ്മിൽ ടാങ്കിൾ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും. ഇനിയിപ്പോൾ വേസ്റ്റ് സിനാരിയോ വർക്കായില്ല അല്ലെങ്കിൽ ഇതായില്ല വെച്ചെങ്കിൽ എല്ലാ എക്യുപ്മെൻറ്റിലും, അതായത് പാരച്യൂട്ടിലും 2 പാരച്യൂട്ടുണ്ട്. ഒന്ന് അടിയിലത്തെ ഭാഗം നമ്മളെ മെയിൻ കനോപ്പി എന്ന് പറയും. സാധാരണ സ്കൈ ഡൈവിങ്ങിൽ ഇപ്പോൾ വന്ന് ഇറങ്ങുന്ന ആ കനോപ്പി, അതിനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്കത് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് റിമൂവ് ചെയ്തിട്ട് അടുത്തത് ഉപയോഗിക്കാം. മാത്രമല്ല ബാക്കി എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ആൾട്ടിമീറ്റർ എന്ന് പറയും, നമ്മൾ ഹൈറ്റ് നോക്കാൻ. ഹെൽമെറ്റ് ഉണ്ട്. ഇതൊക്കെ നമുക്കൊരു സേഫ്റ്റി മെഷേഴ്സാണ്. കാരണം നമുക്ക് ഈ പറഞ്ഞ മറ്റേ കാറ്റഗറി വരിക ഭയങ്കര റയറാണ്. മീൻസ് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക വളരെ റയറാണ്. ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കട്ട് അവേ ചെയ്തിട്ട് അടുത്ത പാരച്യൂട്ട് ഉപയോഗിച്ച് ലാൻഡ് ചെയ്യും. അപ്പോൾ ഈ 187 എന്നുള്ളതിന് 200, 300, 500 ഒക്കെ ആവട്ടെ, അടുത്ത ഇൻ്റർവ്യൂ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ആകാശത്തുനിന്ന് ഞാനും കൂടി ചാടിയിട്ട് എടുക്കുന്ന ഒരു ഇൻസ്ട്രക്ടർ ആവാൻ പ്രവർത്തിക്കും. എന്തായാലും സെറ്റ് ആവട്ടെ, വിചാരിച്ച ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ.